ഓക്കെ. ഇവിടെ ചില ആളുകൾക്ക് മാത്രമാണ് ഞാൻ 10K അടിച്ചതിന്റെ ആ ഒരു സന്തോഷത്തിൽ ഞാൻ എല്ലാവരുടെയും പേര് പറഞ്ഞു. അയാന്റെ പേര് പറഞ്ഞു, അയാന്റെ പേര് ഞാനാണ് പറയുന്നത്. എന്നിട്ട് നീ എന്നെയാണ് ഇങ്ങനെ പറയുന്നത്. ഞാൻ എല്ലാവരും പേര് പറഞ്ഞു. അയാന്റെ പേര് ഞാൻ നിന്റെ 3 തവണ ഞാൻ നിന്റെ പേര് എടുത്തു പറഞ്ഞു. നീ എവിടെ ചോദിക്കുകയും ചെയ്തു, നിന്റെ കാണുന്നതെന്ന് ചോദിക്കുകയും ചെയ്തു. നീ ശ്രദ്ധിക്കാത്തോണ്ട് ഞാൻ ശേഷം ലൈവ് വന്നപ്പോഴത്തേക്ക് ഞാൻ അപ്പൊ തന്നെ വീണ്ടും പറഞ്ഞാൽ അയാനെ ഞങ്ങൾ 10K അടിച്ചിട്ടുണ്ടെന്ന് ഞാനാണ് അത് പറഞ്ഞത്. അപ്പോഴും രാധിക ചേച്ചിക്ക് നമ്മൾ സെയിം ടൈം ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലിൻക്ലൂത്തി ഡബ്ലൂത്തി നമ്മള് 10Kയിലോട്ട് പോയിരിക്കുകയാണ്. ഹായ് ബ്രോ, പുതിയ ഷോർട്സ് കാണണം. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പേര്. നിങ്ങൾ കാപ്പിൽ പോകാറുണ്ട്? നിങ്ങളുടെ ഭാഗ്യം. ബീച്ച് ഞങ്ങള് പക്ഷെ അടുത്താണെങ്കിലും നമ്മള് വല്ലപ്പോഴും പോവാറുള്ളു. ഇപ്പൊ നമ്മള് അയ്യാനോ എന്തോ അയ്യാനാ നമുക്ക് വേറെ ലെവൽ പോകാം. സിജിനേച്ചി ഇത് മോശമായി പോയി. ആ കുളുക്കുന്നു അയാനെ നീ പെണങ്ങല്ലേ. നീ നമ്മുടെ ചാനലിന്റെ ഐശ്വര്യമാണ് അയാനെ. എടാ ഞാനൊരു മണിക്കൂർ ഇട്, അത് കഴിഞ്ഞ് വരും. ഓക്കെ. അതായത് നെക്സ്റ്റ് നമ്മുടെ സെയിം ടൈം ആന്ന് പറഞ്ഞില്ലേ. മണിക്കൂർ അയാനെ പോയോ? അതേണക്ക് ലൈവ് കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് ഇങ്ങോട്ട് ഡബിൾ ടാപ്പ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്തായിരുന്നു 10K. ആരാണ് കരയുന്നത്? നമ്മുടെ അയാനാണ് ഇന്ന് കരയുന്നത്. അവോയ്ഡ് ചെയ്യുന്നത് നമ്മുടെ ഫീലിങ്സ് ഉണ്ടായിപ്പോയി അവനെ. പപ്പിയുടെ പേര് ഞാൻ പറഞ്ഞായിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്. റിയ എന്ന് പറഞ്ഞ. അതുപോലെ തന്നെ അയാൾ നേരത്തെ സിജിനെ ധരിക്കാം. അയാൻ എവിടെയാന്നൊക്കെ ചോദിച്ച് ധരിക്കിട്ടുണ്ടായിരുന്നു. അക്കൗണ്ടിന് മെസ്സേജ് വന്നപ്പോഴും നീ ആണോന്നും പറഞ്ഞ് ചേട്ടൻ ഇവിടെ തിരക്കിയത്. ഞാനാണ് ഈ ഏറ്റവും കൂടുതൽ ഈ ലൈവിൽ പറഞ്ഞ അയാന്റെ കാര്യമാണ്. ബാക്ക്ഗ്രൗണ്ട് എന്താ അത് ബാങ്ക് വിളിക്കുന്നതാണ്. ബാങ്ക് വിളിക്കുന്നില്ല. അത് ബാങ്ക് വിളിക്കാൻ. നേരത്തെ ഇവിടെ അമ്പലത്തിൽ നിന്നുള്ള സൗണ്ട് ഉണ്ടായിരുന്നു. അവിടെ പള്ളി, ഇവിടെ അമ്പലം, അങ്ങനെയാണ് ഇവിടെ ഗൈസ്. ആണെങ്കിൽ ലൈവ് തിരിച്ചു ഇതിന് പോയി 31:13. ലൈവിൽ എത്ര മണി വരെ കാണും? എനിക്ക് സങ്കടമൊന്നുമില്ല, എന്നാലും സാറിന്റെ വീട്ടിൽ പോണം. സാറിന് ചാനലുണ്ടെങ്കിൽ പോകണം. അതായത് ഞാൻ പറയാം ആ കാര്യം. അതായത് ഞാൻ ഇന്ന് നേരത്തെ ലൈവ് സ്റ്റോപ്പ് ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ SO ഉണ്ട്, സെയിൽസ് ഓഫീസർ. ഞങ്ങളുടെ കമ്പനിയിൽ SO ഉണ്ട്. പുള്ളിക്കാരന് ഇതുപോലെ ഞങ്ങളുടെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞ് പുള്ളിക്കാരനൊരു ചാനൽ തുടങ്ങണം, ഞാൻ അതിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിലുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് ഇന്നങ്ങാണ്ട് ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ചെന്നപ്പോൾ അവർ കൊട്ടാരക്കര അമ്പലത്തിൽ പോയതുകൊണ്ട് ആ ക്ഷീണത്തിലായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വൈകുന്നേരം വരാമെന്ന് പറഞ്ഞു. അപ്പോൾ വൈകുന്നേരം ഞങ്ങൾ ലൈവ് തുടങ്ങുന്നതിന് കുറച്ച് മുമ്പാണ് പുള്ളി വിളിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു ലൈവ് തുടങ്ങാൻ പോകുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് 7 മണിക്ക് ഞാൻ വരാമെന്ന് പറഞ്ഞായിരുന്നു. 7 മണിക്കും 8 മണിക്കൊക്കെ ആ 1 മണിക്കൂർ ജസ്റ്റ് പോയിട്ട് പുള്ളിക്കാരൻ ചാനൽ തുടങ്ങി കൊടുക്കണം. ഞാൻ ചാനൽ അടുത്ത ലൈവ് നാളെ മുതലുള്ള ലൈവിൽ ഞാൻ പിൻ ചെയ്യും കേട്ടോ. ദാരു എന്നാണ് കുട്ടിയുടെ പേര്. എൻ്റെ സാറിൻ്റെ പേര് വിഷ്ണു എന്നാണ്. അപ്പോൾ വിഷ്ണു സാറിനെ അവിടെ അറിയപ്പെടുന്ന മായാവി എന്നാണ്. സോ മായാവി ജൂനിയർ എന്നാണ് ചാനലിന് പേരിടാൻ വേണ്ടി നിൽക്കുന്നത്. ഞാൻ ഒരു 7 മണിക്കും 8 മണിക്കും ഇടയ്ക്ക് ആ ചാനൽ തുടങ്ങും. എന്നിട്ട് അതിൻ്റെ യൂസർ നെയിമായിട്ട് ദാരുസ് വേൾഡ് എന്നോ അല്ലെങ്കിൽ ദാരുസ് വേൾഡ് എന്ന ചാനലിൻ്റെ പേരും യൂസർ നെയിമായിട്ട് മായാവി ജൂനിയർ എന്നും കൊടുക്കാനായിട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. കാരണം അതൊരു വെറൈറ്റി ആയിട്ടുള്ളതല്ലേ. അപ്പോൾ അത് പെട്ടെന്ന് ക്ലിക്കാവാൻ ചാൻസ് ഉണ്ട്. സോ സാറ് എൻ്റെ ഉപദേശം തേടി ഇങ്ങനെ ഒരു വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എനിക്ക് വേണ്ടി. കുറച്ച് നേരമായിട്ട് വിളിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ലൈവ് നേരത്തെ സ്റ്റോപ്പ് ചെയ്യുന്നത്. പിന്നെ ഇത് സന്തോഷമാണ്, കാരണം നമ്മളെ ഇത് കണ്ടിട്ട് ഒരാളൊന്നും നമ്മളടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ടല്ലോ, ഇതുപോലെ എനിക്ക് കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് തരുമെന്ന് ചോദിക്കുമ്പോൾ അത് സത്യം ഭയങ്കര സന്തോഷം കേട്ടോ. നമ്മളത് അവർ വാച്ച് ചെയ്യുന്നുണ്ടെന്നോ അല്ലെങ്കിൽ അവർ ഇതുപോലെ നമ്മളെ പോലെ ആവണമെന്ന് ആഗ്രഹിക്കുന്നതെന്നോ അതിനുവേണ്ടി നമ്മളെ കോൺടാക്ട് ചെയ്യുന്നത് ഉള്ളത് സത്യം പറഞ്ഞാൽ വലിയ സന്തോഷമുള്ള കാര്യമാണ്. സത്യം പറഞ്ഞാല് നല്ല പേരാണ് മായാവി ജൂനിയർ. നല്ല പേര്, എനിക്ക് ഇഷ്ടപ്പെട്ടു. മായാവി ജൂനിയർ അത് നാട്ടിൽ മൊത്തം അറിയപ്പെടുന്ന പുള്ളിക്കാരനെ മായാവി എന്ന സാറിനെ അറിയപ്പെടും. സാറ് മലപ്പുറത്താരനാണ് കേട്ടോ. മലപ്പുറം വളാഞ്ചേരിയാണ് സാറിൻ്റെ സ്ഥലം. ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നത്, കൊല്ലത്തുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ തൊട്ടടുത്ത് തന്നെയാണ്. എൻ്റെ കമ്പനിയുടെ SO ആണ്. നല്ല ഫ്രണ്ട്ലിയാണ് ആൾ. അപ്പോൾ പുള്ളിക്കാരൻ അറിയ